പുതിയൊരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് പൊക്കൽ ഡേ ആണെന്ന്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രസെപ്റ്ററിനെ കൂട്ടാക്കി നമ്മൾ പുതിയൊരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് പൊക്കൽ ഡേ ആണെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഷീറ്റ് പോയി കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ തോന്നി. ഇറക്കിയിട്ട് ഏകദേശം ഒരാഴ്ച അടുപ്പിച്ചായി. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് വീഡിയോ ഇങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷീറ്റൊക്കെ മൂടിയിട്ടുണ്ട്. ഏകദേശം കണ്ടപ്പോഴേ നിങ്ങൾക്ക് കത്തിക്കാണ് നമ്മളുടെ ബൈക്ക് ഏതാണെന്ന്. ഏകദേശം 20,000 രൂപ ചിലവാക്കി എടുത്ത സാധനമാണ് ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇതിനൊരു കൂട്ടായിട്ടുണ്ട് നമ്മളുടെ കാർ ഷെഡിലപ്പം. എൻ്റെ സ്വന്തം വണ്ടിയായിട്ട് 2 വണ്ടിയായി, ഒന്നിത് ഒന്ന് ഇതാക്കിയത്. അപ്പോൾ ഇതെന്തായാലും ഷീറ്റ് പോയി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഷീറ്റ് വെക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. ഐസ് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്താണ് നമ്മൾ ഇറക്കിയത്, ഏത് വണ്ടിയാണെന്ന്? അതേ ഗൈസ്, നമ്മൾ പുതിയൊരു ബൈക്ക് എടുത്തു, കാണിച്ചു തരാം ഏതാണ്. അപ്പോൾ നമ്മൾ ഇൻട്രസെപ്റ്റർ ഇരിപ്പുണ്ട്, പുതിയ വണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ ബൈക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നു. അൺബോക്സ് അല്ല, ഷീറ്റ് വെക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നു. യെസ്, ഇതാണ് നമ്മുടെ പുതിയ ബൈക്ക്. ഏകദേശം 20,000 രൂപ മുടക്കി നമ്മൾ ഇൻട്രസെപ്റ്ററിൻ്റെ കൂട്ടാക്കി എടുത്ത ബൈക്കാണ്. ഇതിനൊക്കെ പുറത്ത് ബൈക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ നല്ലതാണ് ഇതിന് സൈക്കിളെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പുതിയൊരു സൈക്കിളാണ് ഇതാ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമുക്ക് ഇൻട്രസെപ്റ്ററിൻ്റെ ഒരു കൂട്ടായിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് എടുത്ത സൈക്കിളാണ്. നമുക്ക് എന്തെങ്കിലും വെയിലത്തൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാം. കണ്ടോ, കളറൊക്കെ സീനല്ലേ, വാവ്. ഇതാണ് നമ്മളെ പുതിയ ബൈക്ക്. പുറത്തൊക്കെ ഇതിൻ്റെ ബൈക്ക് എന്ന് വിളിക്കുന്നത്, നമ്മൾ നല്ല ഇതിൻ്റെ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സൈസ് വന്നിട്ട് 29 ആണ്. നമ്മൾ കോസ്മിക്കിൻ്റെ ബ്രാൻഡാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയായി. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ തോന്നി. ഇതിൻ്റെ സൈസ് വന്നിട്ട് 29 ആണ്. പിന്നെ ഈ ബ്രാൻഡ് വന്നിട്ട് കോസ്മിക് 29 3000 എന്ന് അടിക്കുമ്പോഴാണ് കിട്ടുന്നത്. നെറ്റിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ സൈക്കിൾ ഇറക്കി. ഏകദേശം 19,800 രൂപയാണ് സൈക്കിളിൻ്റെ റേറ്റ്. പിന്നെ ഇതിൻ്റെ ഗിയർ വന്നിട്ട് 21 അല്ല, 27 സ്പീഡാണ്. ഇതിന് മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നത് 27 ആയിരുന്നു. കളർ ഞാൻ എടുത്തിട്ടുള്ള ബ്ലാക്കും ബ്ലൂവും കൂടെ വരുന്നൊരു കളറാണ്. എനിക്ക് ഈ സൈഡിലത്തെ സ്റ്റിക്കറൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഗ്ലോസി തിളങ്ങുന്ന സംഭവമാണ്. പക്ഷേ എന്നാലും വേറെ ഒരു മോഡൽ ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തത്. ഇത് വന്നിട്ട് പിന്നെ 27 സ്പീഡാണ്. ഇതിനു മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നത് 21 സ്പീഡായിരുന്നു. പക്ഷേ ഇത് 27 സ്പീഡാണ്. ഇവിടെ 3 അല്ല, ഇവിടെ 9 സ്പീഡും ഇവിടെ 3 സ്പീഡും. അപ്പോൾ 9 × 3 27 ആണ് ഇതിൽ വരുന്നത്. ബാക്കിലുള്ള ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ 9 എണ്ണം വരും, ഇവിടെ 3 എണ്ണം വരും. നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വലിയ സൈസാണ്. ടയറൊക്കെ വന്നിട്ട് 19 ഇഞ്ചാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടയർ 18 ഇഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ 19-20 ഇഞ്ച് എന്തോ ആണ്. അപ്പോൾ നല്ല സ്പീഡിൽ പോകാനൊക്കെ പറ്റും. കുറച്ചുകൂടെ നല്ലൊരു രസമുണ്ട്. പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. നേരത്തെ സൈക്കിൾ 26 എന്തോ, 26 19 എന്തായിരുന്നു സൈസ് വന്നിട്ട്. ഇത് 29 ആണ്. ഇതിന് ഏറ്റവും ടോപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ സൈക്കിൾ ഇറക്കി. അങ്ങനെ ഇതിന് കൂട്ടായിട്ട് ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ഇപ്പോൾ സൈക്കിളിലാണ് പോകുന്നത്. ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ സൈക്കിളാണ് കേട്ടോ. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. കണ്ടോ, നമ്മുടെ ഷിമാനോയുടെ ആണോ എന്നറിയില്ല, ഏതോ ഒരു ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബാക്കിലും ഡിസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ കാലിബറും കാര്യങ്ങളൊക്കെയാണ് ഇതായിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഡിസ്ക് പാഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കിടിലൊരു സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെടലൊക്കെ ഉണ്ടല്ലേ, ഇത് ചെരുപ്പില്ല ചവിട്ടാനൊന്നും ഇല്ല. എന്നിട്ട് മുള്ളൊക്കെ കൊണ്ട് അതിൻ്റെ സംഭവം കൊണ്ട് കാലൊക്കെ മുറിയാണ്ട് ചെരുപ്പിട്ട് ചവിട്ടണം. പണ്ടൊക്കെ ഞാൻ ചെരുപ്പില്ല ചവിട്ടുമായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നി ഇപ്പോൾ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ കൊണ്ടുവന്നിട്ട്. ഇത് നമ്മൾ കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ട്. കണ്ടോ, ഈ സാധനം കണ്ടോ, ഇതാണ് ആ സംഭവം. അപ്പോൾ കളർ ഉണ്ടല്ലേ, ഒരു മാറ്റ് ബ്ലാക്കും ഒരു ബ്ലൂവും കൂടെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം കൊള്ളാം. ഈ സമയത്തേക്കുമ്പോൾ ഒരു തിളക്കമുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമ്പം ഒരു വൈറ്റ് ആയിട്ടൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ 29 സൈസൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 3000 എന്നൊരു മോഡലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കുറച്ച് വാണിംഗ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റ് കണ്ടോ, ഇവിടെ 3 ഇവിടെ 9. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, നമുക്കിനി ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ വെച്ച് നമുക്ക് രാവിലെ റൈഡൊക്കെ പോകാം. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മൾ പ്ലാനിങ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിട്ട് കഴിഞ്ഞാൽ സംഭവം ഇത് താഴത്തില്ല. റോഡിലൊക്കെ പോകുമ്പം ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം താഴാതെ പോകും. അത് കാണിച്ചു തരാം. ഇതിട്ട് കഴിഞ്ഞാൽ സംഭവം ചുമ്മാ താഴും. അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. പിന്നെ മഡ്ഗാർഡൊക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചതിൻ്റെ അന്ന് തന്നെ മഡ്ഗാർഡെല്ലാം വലിയ ചൂരിക്കളഞ്ഞു. എന്തായാലും അതിൻ്റെ തിരിപ്പുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സീറ്റ്. അത്യാവശ്യം നല്ല കുഷനുള്ള സീറ്റാണ്. കൊള്ളാം, നല്ല സീറ്റാണ്. പണ്ടുള്ള എന്ന പോലെയൊന്നും അല്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് ഗിയറൊക്കെ ഉണ്ടില്ലേ, 9 പല്ല് വരും. 1 2 3 4 5 6 7 8 9. യെസ്, 9 പല്ല് വരും. ബാക്കിലും ഡിസ്ക്കാണ്. പിന്നെ അലുമിനിയം അലോയി ബോഡി, അങ്ങനെ എന്തൊരു ബോഡിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ. കണ്ടോ, ഇത്രയാണ് നമ്മൾ സൈക്കിളിൽ ഓവറോൾ കാണാനുള്ളത്. കണ്ടോ, പിന്നെ പഴയ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മോഡലായിരുന്നു. അത് ഞാൻ നെറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. വേറൊരു മോഡലായിരുന്നു. ഇവിടെയാണ് അതിൻ്റെ സംഭവം വരുന്നത്. പക്ഷേ അതാണ് എനിക്ക് ഇഷ്ടമായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയായിട്ടാണ് വരുന്നത്. പുതിയൊരു സെറ്റപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഹാൻഡിൽ കുറച്ച് ചെറുതുപോലെ തോന്നിയിട്ടുണ്ട്. കാരണം വേറൊരു ഫ്രണ്ടിൻ്റെ സൈക്കിളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് നല്ല നൈസ് ഹാൻഡിലാണ്. അപ്പോൾ എന്തായാലും ഹാൻഡിലൊക്കെ നമുക്ക് പതിയെ ഓരോ വീഡിയോ ആയിട്ട് സെറ്റാക്കാം. അപ്പം കൊച്ചു പിള്ളേരൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ് കാണാം. വലിയൊരു കാണണമെങ്കിൽ ലൈക്ക് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം എന്തായാലും ഞാൻ പറഞ്ഞ എടുത്തല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇൻട്രസെപ്റ്റർ എടുത്ത്
കുറച്ച് കാലമായി, ഏകദേശം 1.5 വർഷമായി. അപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് വീട്ടിൽ നിന്ന് രാവിലെയൊക്കെ ജസ്റ്റ് കറങ്ങാനൊക്കെ പോകുമ്പോൾ സൈക്കിളിൽ പോകാമെന്ന് വിചാരിച്ച്. എപ്പോഴും ബൈക്ക് എടുത്ത് പോകാൻ പറ്റില്ലല്ലോ, നമ്മൾ പഴയത് ഇപ്പോഴും കൊച്ചു കുട്ടികളാണല്ലോ, അതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലത്തെ ജസ്റ്റ് പഴയ ഞൊസ്റ്റ് അടിച്ച സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തരാം. എന്തായാലും 2-3 ദിവസത്തെ വീഡിയോ ഇപ്പോൾ സൈക്കിളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് എന്തെങ്കിലും വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വണ്ടിക്ക് കുറച്ച് റെസ്റ്റായി, വണ്ടി ഇനി കാർ ഷെഡിൽ ഒതുക്കാം. അങ്ങനെയല്ല, നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ വണ്ടി എടുക്കാം, അല്ല ജസ്റ്റ് ഇവിടെയൊക്കെ സാധനമൊക്കെ വാങ്ങാൻ പറയുമ്പോൾ സൈക്കിൾ എടുക്കാം, അതാണ് പ്ലാനിങ്. അപ്പോൾ നമുക്ക് എന്തായാലും സൈക്കിൾ ഓട്ടിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം നമ്മൾ സൈക്കിളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് നടക്കുന്നത്. ഗിയർ മാറുന്നത് ഇങ്ങനെയാണ്, ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഓരോ ഗിയർ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ഇപ്പോൾ 2ാമത്തെ ഗിയറായി. 3 നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. 3ാമത്തെ ഗിയറായി. സൈഡ് സ്റ്റാൻഡിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെയാണ് അപ്പുറത്തും സസ്പെൻഷൻ വരും, നോക്കിക്കും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ. ഈ സംഭവം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം അനങ്ങത്തില്ല. കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല. ഇത് ഫുൾ സ്റ്റിഫായിട്ടിരിക്കും. ഇവിടെ അങ്ങനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും താഴാതെ ഇരിക്കുന്നതാണ് ഈ സാധനം. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേയില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. റോഡിലൊക്കെ പോകുമ്പോൾ അതിട്ടുണ്ടായ സുഖമാണ്. ഇപ്പം നമ്മൾ ലോക്ക് മാറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒട്ടിക്കുമ്പം ഈ സംഭവം കട്ടിലിറങ്ങുമ്പോഴൊക്കെ താഴും. അതാണ് ആ സംഭവം. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ ടയറിൻ്റെ ബ്രാൻഡൊന്നും എനിക്കറിയില്ല. സൈഡിലുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. 29 വേറെ ബ്രാൻഡ് നെയിമൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങളെവിടെയെങ്കിലും കാണുന്നില്ല, ഇതാണെന്നോ ആണോന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ടയറൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും പഴയതുപോലെ ഉരച്ച് തീക്കുന്നില്ല. പണ്ടത്തെ ടയറൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1-2 മാസത്തെ ഓടിയുള്ള വന്നു. അപ്പോഴേക്കും ഞാൻ പുതിയ ടയറൊക്കെ ഇട്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടയർ ഞാൻ പെട്ടെന്ന് തീക്കില്ല, കാരണം നമുക്ക് ഇപ്പോൾ പഴയതുപോലെ ഫ്രണ്ട് വെക്കാനൊന്നും തോന്നത്തില്ല. പണ്ടത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സൈക്കിളിൽ ഫ്രണ്ട് വെക്കുന്നത് ബാക്ക് വെക്കുന്നതൊക്കെയാണ് എൻ്റെ മെയിൻ പ്രശ്നം. അങ്ങനെയാണ് സൈക്കിൾ എൻ്റെ പഴയത് ഇത്ര പണിയാവാനും കാരണം. പിന്നെ നമ്മൾ ശരിയാക്കിയാണ് ആ സംഭവം കൊടുത്തത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെ പഴയ സൈക്കിൾ നമ്മൾ സെയിലടിച്ചിട്ടാണ് പുതിയൊരു സംഭവം നമ്മൾ എടുത്തത്. നമുക്കങ്ങനെ സൈക്കിൾ റെഡി. അപ്പോൾ കേസ് അങ്ങനെ നമ്മളെ സൈക്കിളും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന നമ്മളെ പുതിയ സൈക്കിളാണ്. അപ്പോൾ ഇതിലായിരിക്കും ഇനി കുറച്ച് ഇടയ്ക്കൊക്കെ ഓരോരോ വീഡിയോ വരുന്നത് നമ്മളെ സൈക്കിളിലായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കൊച്ചു കൂട്ടുകാർക്ക് നമ്മളെ സൈക്കിളിൻ്റെ വിശേഷങ്ങളും കൂടെ കാണാൻ പറ്റും. ഇതിൻ്റെ 2 ലൈറ്റ് വാങ്ങിച്ചാൽ അതും കൂടെ കാണിച്ചു തരാം. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 2 ഇൻഡിക്കേറ്ററല്ല, ചെറിയൊരു റിഫ്ലക്ടർ പോലത്തെ ഒരു ലൈറ്റാണ്. നമുക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈക്കിൾ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് അടിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് സൈക്കിൾ? കമൻറ്റ് ചെയ്യണം. സൈക്കിൾ ഇഷ്ടപ്പെട്ടോ? കളർ എങ്ങനെയുണ്ട്? പിന്നെ 2-3 കളർ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മഞ്ഞയും ബ്ലാക്കും നീലയും പിന്നെ റെഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് എന്തോ ബ്ലാക്കിനോടൊരു ഇത് വേണ്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ എടുത്തത്. പിന്നെ ഓർഡർ ചെയ്ത് വരുത്തിയാണ്, പിന്നെ മാറ്റിയെടുക്കാൻ തോന്നിയില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ഓട്ടിച്ച് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഗിയറൊക്കെ മാറ്റുന്ന സ്റ്റാൻഡിട്ടേ കാണിക്കാൻ പറ്റും. അധികം ഓട്ടിക്കാൻ വയ്യ, വയർ ഫുള്ളായി. ഒരുപാട് കഴിച്ചുകൊണ്ടാണെന്നാണ് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ലൈറ്റ് പോയി എടുത്ത് എങ്ങനെ വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സൈക്കിളിൻ്റെ ലൈറ്റ് വന്നിട്ട് വെള്ളയും റെഡുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ വൈറ്റ് ഫ്രണ്ടിലാണ് വെച്ചിരുന്നത്. ഇന്നലെ ഞാൻ കഴിയപ്പോൾ ഊരി മാറ്റിയതാണ്. വാട്ടർ പ്രൂഫാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി മാറ്റിയാണ്. കുറച്ച് പ്രകാശമൊക്കെ ഉണ്ട്, രാത്രി അത്യാവശ്യം പ്രകാശമൊക്കെ ഉള്ള സാധനമാണ്. കത്തിച്ച് കാണിച്ചു തരാം. എൻ്റെ മേളിലൊരു സ്വിച്ച് ഉണ്ട്, ഇവിടെ കണ്ടോ, അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. ചെറിയൊരു പ്രകാശം കാര്യങ്ങളും. ഇപ്പോൾ രാവിലെ കണ്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലിങ്കിങ് ഉണ്ട്. പിന്നെ പതിയെ കത്തുന്നുണ്ട്. ഓഫ് അല്ല, ഇതാണ് പതിയെ കത്തുന്നത് കേട്ടോ, ഓഫ്. അതുപോലെ തന്നെയാണ് ഇതിൽ. യെസ്, ഇത് 2ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇത് വയ്ക്കുക എളുപ്പമാണ്. ഈ ഒരു ക്ലിപ്പ് ഊരുക, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് ആ ക്ലിപ്പ് വലിച്ചിട്ട് കൊടുക്കുക. കാണിച്ചു തരാം. ഒറ്റയ്ക്കാണ് എല്ലാം. അയ്യോ, മിക്കവാറും ഇപ്പം തന്നെ പൊട്ടി വരും. യെസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക, അവിടെ ഇരുന്നോളൂ. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. കത്തിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, കാണാമോ? യെസ്, ഇതാണ് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ റെഡ് വയ്ക്കുന്നതാണെങ്കിൽ ഫ്രണ്ടിൽ വയ്ക്കുന്നത് ജസ്റ്റ് ബാക്കിലാണ്. ബാക്കിൽ നിന്ന് വെച്ച് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ബാക്കിൽ വെച്ച് നോക്കാം. ഇതിവിടെ ആയിട്ട് ഇങ്ങനെ വയ്ക്കും. നമുക്ക് എന്നിട്ട് ലോക്കും കൂടെ ഇട്ട് കൊടുക്കാം. യെസ്, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത്ര വയ്ക്കുമ്പോൾ നമ്മൾ ലൈറ്റ് എത്തും. യെസ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക്, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക്. അങ്ങനെ നമ്മൾ ലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ വന്നിട്ട് എത്രയാണ്, ഒരു 350-400 രൂപ എന്തോ ലൈറ്റിന് വിലയുള്ളൂ. കുറച്ചുകൂടെ പ്രകാശമുള്ള ലൈറ്റ് വയ്ക്കാം. പിന്നെ ജസ്റ്റ് പണ്ട് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചത്. പഴയ ഞൊസ്റ്റുകളൊക്കെ ഒന്ന് ഇതാക്കി കൊണ്ടുവരണേ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇപ്പോഴേ ലൈക്ക് അടിക്കട്ടെ. താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അപ്പോൾ ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ ഇഷ്ടമായെന്ന് വിചാരിക്കും. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ 2 വണ്ടിയുണ്ട്. ഒന്ന് നമ്മളെ സൈക്കിളും ഒന്ന് നമ്മളെ ബൈക്കും. പക്ഷേ ഈ സൈക്കിൾ ഞാൻ സ്വന്തമായിട്ട് എടുത്താണ് കേട്ടോ, അത് നിങ്ങളൊന്ന് ഓർക്കണം. സ്വന്തമായിട്ട് എടുക്കുന്നത് കിട്ടുന്ന പൈസ കൂട്ടി വെച്ചെടുത്തതാണല്ല, ജോലിയൊന്നും അല്ല, കിട്ടുന്ന പൈസ കൂട്ടി വെച്ചെടുത്തതാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ വണ്ടി ഇപ്പോൾ സെറ്റായിട്ടിരിപ്പുണ്ട്. ഹാൻഡിലൊക്കെ മാറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കാണാൻ പോകുന്നത്
2 ദിവസം സൈക്കിളിൻ്റെ വീഡിയോ ആയിരിക്കും. സൈക്കിളോട്ട് രാവിലെ നമുക്ക് ജസ്റ്റ് റൈഡൊക്കെ പോണ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും സൈക്കിൾ ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായെങ്കിൽ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും സൈക്കിൾ എടുത്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അശ്വിൻ ജയ്സ് എന്നാണ് പേര്. അപ്പോൾ എന്തായാലും സൈഡിൽ അത് കൊടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും അതും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളോട് നിൽക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റാ. ഈ സൈക്കിൾ പുതിയതായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇതിനെ പൂട്ടിയാണ് വയ്ക്കുന്നത്. വേറെ ഒരിടത്തല്ല, നമ്മൾ സിറ്റൗട്ടി കയറ്റി ലോക്കൊക്കെ ചെയ്താണ് വയ്ക്കുന്നത്. കാണിച്ചു തരാം. ഇങ്ങനെ ഇടിച്ച് കയറ്റും. വീട്ടിൽ നിന്ന് മിക്കവാറും എന്നെ ഇറക്കും. സൈക്കിളോടെ ഇരിക്കും. ഞാൻ ഇറങ്ങിപ്പോണ കോളുണ്ട്. ഞാൻ ഇറങ്ങിപ്പോണില്ല, എന്നെ ഇറക്കി വിടുന്ന കോളുണ്ട്. ഈ ചെളിയും കൊണ്ടുവന്ന് സൈക്കിളിൻ്റെ അകത്ത് കയറ്റല്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പുതിയതായിട്ടാണെന്ന് തോന്നുന്നു കയറ്റിയൊക്കെയാണ് വയ്ക്കുന്നത്. ഞാൻ എന്തായാലും ലോക്ക് ചെയ്യണം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ലോക്ക് സെറ്റപ്പ്. ഇതുപോലെ ഞാൻ പൂട്ടിയിടും. അപ്പോൾ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ കയറ്റി വയ്ക്കും. ഇപ്പം വൈകുന്നേരം എടുക്കണമുണ്ട്. ഇത്ര ഇരുന്നാൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സൈക്കിൾ എടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പുതിയ സൈക്കിളൊക്കെ വാങ്ങുമ്പോൾ? പണ്ടൊക്കെ ഞാൻ കൊണ്ട് എവിടെയെങ്കിലും ഇടുമായിരുന്നു. ഇപ്പോൾ പുതിയതൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. Huh?